വീണ്ടും ചർച്ചയായി ജസ്ന തിരോധാന കേസ്. മുണ്ടക്കയത്തെ ലോഡ്ജിൽ ജസ്നയെ കണ്ടെന്ന് ആവർത്തിച്ച് മുൻ ജീവനക്കാരി രംഗത്തെത്തി. താടി വെച്ച മെലിഞ്ഞ യുവാവ് ഒപ്പമുണ്ടായിരുന്നുവെന്നും ജീവനക്കാരി പറഞ്ഞു. ലോഡ്ജ് ഉടമയ്ക്ക് എല്ലാം അറിയാമെന്നും ജീവനക്കാരി ആരോപിക്കുന്നു. ആദ്യമായിട്ട് ലോഡ്ജ് വെച്ചാണ് കാണുന്നത്. അപ്പം അതിനൊക്കെ കൊച്ചു നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഓണറിനോട് ഇതിന് ചോദിച്ചു, ഈ കൊച്ചനെ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് വഴക്കുണ്ടാക്കി. ഇവിടെ ലോഡ്ജാണ്, പലരും വരും, നിനക്ക് ഇതിനകത്തൊന്നും ഇടപെടേണ്ട കാര്യമില്ല. ഇവിടെ വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ടൗണിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ തീർത്ത് കളഞ്ഞാൽ എന്നോട് ആരും ചോദിക്കാനില്ല എന്നല്ല എന്നോട് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തന്നെയാണ് ഞാൻ ആരോടും പറയുന്നത്. എന്നിട്ടും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ എന്നോട് ചോദിച്ചു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. അവർ വരികയും ബിജു എന്നാണ് ഓണറിൻ്റെ പേര്. ബിജുവിനെ ലോഡ്ജിൽ അങ്ങ് പത്തനംതിട്ട കൊണ്ടുപോയി DYSP ഓഫീസിൽ. അവിടെ കൊണ്ടുപോയി ചോദ്യം ചെയ്ത് വിടുകയൊക്കെ ചെയ്തു. അത്രയും കാര്യം ഞാൻ കണ്ടതാണ്, എനിക്കറിയാം. കാണാതായപ്പോഴത്തേക്കും ഫോട്ടോ കണ്ടു പത്രത്തിൽ. അന്നേരം ഞാൻ ബിജുവിനോട് പോയിട്ട് ചോദിച്ചു, ബിജു അന്ന് വന്ന കൊച്ചല്ലേ ഇതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് വേറെ പണിയൊന്നുമില്ല, പിന്നെ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞുണ്ടാക്കരുതെന്ന് എന്നും പറഞ്ഞ് എന്നെ പിന്നെയും ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ ആരോടും അങ്ങ് പറയുന്നു. പക്ഷെ ക്രൈംബ്രാഞ്ചുകാർ വന്നപ്പം പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു. ആ പോകാൻ സമയം ഒരു ചെറുക്കനുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അവർ ടെസ്റ്റ് എഴുതാൻ എറണാകുളം പോവുകയാണ്, അതിന് വന്നതാണ്. ഒരു ദിവസമില്ല, 3-4 മണിക്കൂറുണ്ടായിരുന്നു എന്തായാലും. ഞാനതിനെ കാണുന്ന ഒരു 12-നും 1-നും ഇടയ്ക്കാണ്, 11:30-12 ഈ സമയത്താണ് കാണുന്നത്. തിരിച്ചിറങ്ങിപ്പോയത് 5 മണിക്ക് മുമ്പ് ഇറങ്ങിപ്പോയി. മുൻ ലോഡ്ജ് ജീവനക്കാരിയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. എന്നാൽ ജസ്നയെ കണ്ടെന്ന വാദം ലോഡ്ജ് ഉടമ തള്ളി. ജസ്ന ലോഡ്ജിൽ വന്നിട്ടില്ലെന്നും തന്നോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടാണ് മുൻ ജീവനക്കാരി ആരോപണം ഉന്നയിച്ചതെന്നും ലോഡ്ജ് ഉടമ പറയുന്നു. ക്രൈംബ്രാഞ്ചിന് മുന്നിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ലോഡ്ജ് ഉടമ പറഞ്ഞു. ജസ്നയോട് സാമ്യമുള്ള ഏതെങ്കിലും പെൺകുട്ടികൾ ഇല്ല വന്നിട്ടില്ല. ഇവിടെ മുൻപ് ജോലിക്ക് നിന്നിരുന്ന സ്ത്രീ പറയുന്നത് ഇവിടെ അവർ കണ്ടിരുന്നു, പല്ലിൽ ക്ലിപ്പിട്ട ജസ്നയെ തന്നെ കണ്ടിരുന്നു, പിങ്ക് കളർ ഡ്രസ് ഇട്ടാണ് വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. അത് എന്നോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇതൊരു കാര്യമാക്കി തീർക്കുന്നതാണത്. ഇതിന് പിന്നിൽ കുറേ പേരുണ്ട്. ഇല്ല, ഒരു പോലീസും എന്നോട് ചോദിച്ചിട്ടില്ല. എന്നെ CBI ആണോ ക്രൈംബ്രാഞ്ച് ആണോ ഉദ്യോഗസ്ഥന്മാരെ പത്തനംതിട്ട വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് നേരം വന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ പരിസരത്തിൽ അന്വേഷിച്ചു. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് PR പ്രവീണ ചേരുന്നു. പ്രവീണ, ഈ ലോഡ്ജ് മുൻ ജീവനക്കാരിയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ എന്ത് പശ്ചാത്തലത്തിലാണ്? ഈ ഒരു വെളിപ്പെടുത്തൽ ഈ കേസിൽ വഴിത്തിരിവാവുമെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? റോഷിനി, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇവർ 2 വർഷം മുൻപ് തന്നെ ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ ജസ്നയെ ലോഡ്ജിൽ കണ്ടിരുന്നു എന്നുള്ള കാര്യം. അത് നിഷേധിച്ചുകൊണ്ട് ലോഡ്ജ് ഉടമയും ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇത് 2 വർഷം മുൻപ് തന്നെ മൊഴി കൊടുത്തു പോയൊരു കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു കാര്യം വരുന്നതിന് പിന്നിൽ ലോഡ്ജ് ഉടമ പറയുന്നതനുസരിച്ച് ഇവർ തമ്മിൽ വ്യക്തിവൈരാഗ്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഇവരുടെ ആദ്യം പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ മുൻ ജീവനക്കാരി കേസ് കൊടുത്തിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഇതിന്റെ പിന്നിൽ കുറച്ചു പേരുണ്ട്. അവരെല്ലാം ചേർന്ന് തനിക്കെതിരെ വീണ്ടും ഒരു കേസ് കുത്തിപ്പൊക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നാണ് പറയുന്നത്. എന്തായാലും ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ജസ്നയെ ഏറ്റവും ഒടുവിൽ കാണുന്നത് മുണ്ടക്കയത്ത് ഒരു CCTVയിലാണ്. അതിനുശേഷമുള്ള ഈ മുൻ ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് സഹായകരമാകും. ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിലും CBI ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ CBI ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ, മറ്റ് ഗതികൾ എന്താകും എന്നുള്ളത് വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും മാത്രമേ അറിയുകയുള്ളൂ. എന്തായാലും ലോഡ്ജ് ഉടമ പറയുന്നത് അവിടെ വരുന്ന എല്ലാവരുടെയും പേര് വിവരങ്ങൾ രജിസ്റ്ററിൽ ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ ജീവനക്കാർ പറയുന്നത് മണിക്കൂറുകൾക്ക് വേണ്ടി മാത്രം എടുക്കുന്നതാണെങ്കിൽ അത്തരത്തിലുള്ള പേരുകൾ അവിടെ രജിസ്റ്റർ ചെയ്യാറില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ 2 പേരുടെയും ആരോപണങ്ങളിൽ ദുരൂഹതയുണ്ട്. അത് ഇനി അഴിച്ചെടുത്ത് വ്യക്തമാക്കേണ്ടത് പോലീസിന്റെ കൂടി കടമയാണ്. ശരി, വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന് PR പ്രവീണയാണ്.